കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ചു. അത് പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ്. 263 ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട്. ഞങ്ങൾ 8000-ലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും, ആയിരക്കണക്കിന് പ്രവർത്തകർ ആ നിയോജകമണ്ഡലത്തിൽ തന്നെ സജ്ജരാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും. അത് ഞായറാഴ്ച ആയിരുന്നില്ല ഇന്നലെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഞായറാഴ്ചയാണല്ലോ, സൺഡേ ആണ്. ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എത്തിയതാണ് ഉച്ചയായപ്പോഴേക്കും. ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു. നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എന്തൊരു ചോദ്യമാണിത്? ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം? അല്ലല്ലേ, അത് ഞങ്ങൾ പറഞ്ഞു അത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. 2-3 മണിക്കൂർ വൈകിയാണ്. സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. സൺഡേ ഇന്നലെ ACC ഇല്ല. വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ വേറെ വല്ല ചോദിക്കുക നിങ്ങൾ. അല്ല, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം UDF-ന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരോടും ചർച്ച ചെയ്ത് തീരുമാനം അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും ആ UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ. അത് നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയണത്? നിങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചോദ്യമാണ്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തേണ്ട അദ്ദേഹം ഒപ്പിടണ്ടേന്. അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് റിലീസാണ്. റിലീസ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാകുന്നത്. ഇങ്ങനത്തെ എന്ത് ചോദ്യമാണ്? ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം UDF-ന്റെ ആക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം UDF-ന്റെ ഭാഗമാവും. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അത് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സാങ്കേതികമായ മറ്റ് കാര്യങ്ങൾ, അത് എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽ പെടുത്തുന്നത് എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറയില്ലേ. നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിച്ച് കോൺഗ്രസിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി വാർത്ത ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. എന്നാൽ പിന്നെ അൻവർ വെച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി. ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പാലക്കാട് ആദ്യത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ്. ഞാൻ പറയും, നിങ്ങൾ ഈ ചോദ്യം ഇപ്പം നിങ്ങൾ അൻവർ വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യത്തെ ആഴ്ച കുറേ പേര്, എല്ലാവരും അല്ല, കുറച്ച് പേര് എന്തൊക്കെയാണ് ചെയ്തത്? വല്ല സംഭവിച്ച ഇത് അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. ഇത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്, പാർട്ടി തീരുമാനമാണ്. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്. അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങളൊരു 10 ചോദ്യം ചോദിച്ചു, 10 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ. നിങ്ങൾ ഇത്രയും മര്യാദയായിട്ട് എന്നെ അതുപോലെ ആക്കല്ലേ. അല്ല, അതുപോലെ ആക്കല്ലേ എന്നെ.
നിങ്ങൾ ദേഷ്യപ്പെടുത്തില്ലേ? നിങ്ങൾ ഒരേ ചോദ്യം 10 പ്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ 10 പ്രാവശ്യം മറുപടി പറഞ്ഞു. എന്റെ ഈ അതേ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക. നോനോ, താങ്കൾ തന്നെ 7 പ്രാവശ്യം ചോദിച്ചു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാം. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? എങ്ങനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയ കുഴപ്പമുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കം സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു നിലപാടിലേക്ക് വരുന്നതില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്താക്കുറിപ്പടക്കം സൂചന ചിലപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. അവർ തീരുമാനിക്കട്ടെ, അവർ സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടതെന്ന്. അവർക്ക് അവിടെ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നുള്ള സ്ഥലമല്ല. അവർ നിർത്തട്ടെ. അവർ നിർത്താതെ നമുക്ക് അന്വേഷിക്കാം എന്താ അതിൻ്റെ കാര്യമൊന്നും. എല്ലാ ബൈ ഇലക്ഷനിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലുമായിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവർ തീരുമാനം വരട്ടെ. തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാൾ കമന്റ് ചെയ്യുന്ന ശരിയാണോ? വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ അല്ലാത്തൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അല്ലല്ല, ചോദിക്കട്ടെ, വെയിറ്റ്. നിങ്ങൾ ഇന്ന് എന്നെ ആദ്യമായിട്ട് കാണുമല്ലേ? കരുവന്നൂരിൽ ED അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റയാൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്ത? നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് കോൺഗ്രസിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങളത് കാണിക്കുക. ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല. ഇനി മുതൽ ഒന്നും കിട്ടില്ല. വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ ഇറക്കണ്ട. ഒന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസിന്റെ പുറകെ അടക്കണ്ട. ഇനി ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥി അന്വേഷിച്ച് അടക്കും. ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, ചേലക്കരയിൽ, പാലക്കാട്, ഇപ്പൊ നിലമ്പൂര് ഇതുപോലെ കോൺഗ്രസും UDF-ഉം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കാലം ഉണ്ടായിട്ട് ഏത് കാലത്താണ് ഉണ്ടായിരിക്കുന്നത്? ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തർക്കങ്ങളില്ലാതെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു തീർത്തപ്പോൾ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF-ന്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, ഐക്യത്തോടുകൂടി കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും 2 തവണയായി നിലമ്പൂര് നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുപിടിക്കാനും എന്റെ പിതാവ് 3.5 പതിറ്റാണ്ട് കാലം നിലമ്പൂരിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിലുണ്ടായ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് കിട്ടിയ ഈ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല, ഒരാൾക്ക് മത്സരിക്കാൻ കഴിയും. ഞങ്ങൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചത്, അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്, ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ, ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ, ആരായാലും